കടൽ കടന്നത് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനായിരുന്നു. എന്നാൽ ഇന്ന് നടുക്കടലിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പ്രാണനു വേണ്ടി കേഴുകയാണ് ഒരു കൂട്ടം മലയാളികൾ. ഇറാനിലെ തുറമുഖത്ത് ചരക്കു കപ്പൽ കുടുങ്ങിക്കിടക്കുന്നത് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജെറിൻ ജോർജ് ഉൾപ്പെടെ 12 മലയാളികളാണ്. യുദ്ധം തകർത്ത പ്രതീക്ഷകൾക്കിടയിൽ 45 ദിവസമായി ഈ യുവാക്കൾ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്നു. അധികൃതർ കൈമലർത്തുമ്പോൾ മകന്റെ തിരിച്ചുവരവിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് പള്ളിപ്പാട്ടെ ഒരു കുടുംബം. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ ജെറിൻ ജോർജ് എന്ന എഞ്ചിൻ ടെക്നീഷ്യന്റെയും സഹപ്രവർത്തകരുടെയും ജീവിതം ഇന്ന് അനിശ്ചിതത്വത്തിന്റെ നൂൽപാലത്തിലാണ്. ദുബായ് ആസ്ഥാനമായ സീ സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ 8 മാസം മുമ്പ് ജോലിക്ക് കയറിയതാണ് ജെറിൻ. കഴിഞ്ഞ മാർച്ചിൽ അവധിക്ക് നാട്ടിലെത്താനിരിക്കെയാണ് മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതോടെ ജെറിൻ ജോലി ചെയ്തിരുന്ന ഇറാനിയൻ കപ്പൽ സുരക്ഷിത താവളം തേടി ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ യുവാക്കളുടെ ദുരിതപർവം. കഴിഞ്ഞ 45 ദിവസമായി ജെറിൻ ഉൾപ്പെടെയുള്ള 12 മലയാളികൾ വിവിധ കപ്പലുകളിലായി ഇറാനിലെ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. കപ്പലിലെ ഇന്ധനവും ഭക്ഷണ സാമഗ്രികളും തീർന്നു തുടങ്ങിയെന്നും കമ്പനി അധികൃതർ ഫോൺ പോലും എടുക്കുന്നില്ലെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. മകന്റെ ഓരോ വിളിക്കും വേണ്ടി കാതോർത്തിരിക്കുന്ന അമ്മ ലില്ലിയുടെയും അച്ഛൻ ജോർജ് ജേക്കബിന്റെയും അവസ്ഥ അതീവ ദയനീയമാണ്. കപ്പലിൽ നിന്ന് വിളിക്കാൻ പോലും വലിയ തുക നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. AC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പരാതി നൽകുകയും എംബസിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ ഫലപ്രദമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. യുദ്ധ സാഹചര്യത്തിൽ പെട്ടുപോയ തങ്ങളുടെ മക്കളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ഏക ആവശ്യം. ഓരോ നിമിഷവും പിന്നിടുമ്പോൾ കപ്പലിലെ സാഹചര്യങ്ങൾ വഷളാകുന്നത് കുടുംബത്തിന്റെ ആധി വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരു തൊഴിൽ തർക്കമല്ല, മറിച്ച് അന്യനാട്ടിൽ നിസ്സഹായരായി പോയ നമ്മുടെ സഹോദരങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. എംബസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ മലയാളികൾക്ക് സുരക്ഷിതമായി പള്ളിപ്പാട്ട മണ്ണിലേക്ക് തിരികെ എത്താൻ കഴിയൂ. വരും ദിവസങ്ങളിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, മകൻ മടങ്ങി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും കപ്പലിലെ ഓരോ ഫോൺ കോളും അവസാനത്തേതാകുമോ എന്ന ഭയത്തിലാണ് ആ മാതാപിതാക്കൾ. കടലിനും കപ്പലിനുമിടയിൽ കുടുങ്ങിപ്പോയ ആ 12 ജീവിതങ്ങൾക്കായി കേരളം കാത്തിരിക്കുന്നു.